നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമ്മളുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന പല അനുഭവങ്ങളുണ്ടല്ലോ. ഇതിനെ NLP അഥവാ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ഇതിൻ്റെ സഹായത്തോടു കൂടെ എങ്ങനെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും എന്നതാണ്. ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ NLPയെക്കുറിച്ച് ചെയ്യുകയുണ്ടായി. ആ സമയത്ത് പലരും ചോദിച്ച ചോദ്യങ്ങൾ കമൻസിൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതായത് NLP ഉപയോഗിച്ച് എനിക്ക് ഡിപ്രഷൻ മാറ്റാൻ പറ്റുമോ, NLP ഉപയോഗിച്ച് എനിക്ക് OCD ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ മാറ്റാൻ സാധിക്കുമോ, ഇങ്ങനെ പല ചോദ്യങ്ങളും. എനിക്ക് പറയാനുള്ളത്, NLP മാനസിക രോഗങ്ങൾക്കുള്ള ഒരു ചികിത്സയായിട്ട് കാണാൻ പാടില്ല. മാനസിക രോഗങ്ങളുള്ളവരെന്താ വേണ്ടത്? സൈക്യാട്രിസ്റ്റിനെ, അതല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ, ഇങ്ങനെ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രൊഫഷണൽസിനെയാണ് കാണേണ്ടത്. നമ്മൾ NLPയെ കാണേണ്ടത് ഒരു ചികിത്സാ വിധിയായിട്ടല്ല. പകരം ഹെൽത്തി മൈൻഡ് ഉള്ളവരുണ്ടല്ലോ, അവർക്ക് പല സമയത്തും മനസ്സ് കൈവിട്ടു പോകുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് എങ്ങനെ മനസ്സിനെ തിരിച്ചു പിടിക്കാൻ സാധിക്കും, അതിനുള്ള ഉപാധികളാണ് ടൂൾസ് ഫോർ എക്സലൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ചാനലിലുള്ള എല്ലാ വീഡിയോസും അത്തരത്തിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം അല്ലേ. നമ്മുടെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലാണല്ലോ. നമ്മളുടെ എല്ലാ അനുഭവങ്ങളും നമ്മൾ മനസ്സിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസസ്, അതായത് ഹാപ്പി ഇൻസിഡൻസ് നമ്മൾ ഓർക്കുന്ന സമയത്ത് നമുക്ക് സന്തോഷം തോന്നുന്നു. അൺഹാപ്പി ഇൻസിഡൻസ്, വിഷമം ഉള്ള അനുഭവങ്ങൾ നമ്മൾ മനസ്സിലേക്ക് ഓർത്തെടുക്കുന്ന സമയത്ത് നമുക്ക് വിഷമം തോന്നുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ മനസ്സിൽ ഏത് സമയത്തും പലതും ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. യഥാർത്ഥമായി പറഞ്ഞാൽ ഈ അനുഭവങ്ങൾ ഇപ്പോൾ നമ്മളുടെ മുന്നിലുണ്ടോ? ഇല്ല, കഴിഞ്ഞു പോയ കാര്യങ്ങളാണല്ലോ അല്ലേ. എങ്കിലും നമ്മൾ ഓർത്തെടുക്കുന്നു, മനസ്സിൽ ചിത്രീകരിക്കുന്നു. ഒന്നുകിൽ നമ്മൾ സന്തോഷിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ദുഃഖിക്കുന്നു. രണ്ടായാലും ഇപ്പോൾ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ മനസ്സിലുള്ളൊരു കഥ മാത്രമാണിത്. നമുക്കിതിനെ കോണ്ടൻറ്റ് എന്ന് വിശേഷിപ്പിക്കാം. കോണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഉള്ളടക്കം, ഒരു കഥ. എൻ്റെ ജീവിതത്തിൽ പലതും നടന്നിരിക്കുന്നു. ഞാനത് വീണ്ടും ഓർക്കുന്ന സമയത്ത് എനിക്ക് ഒന്നെങ്കിൽ സന്തോഷം വരുന്നു, അല്ലെങ്കിൽ ദുഃഖം വരുന്നു. ഇതിന് കോണ്ടൻറ്റ് അല്ലെങ്കിൽ ഉള്ളടക്കം എന്ന് പറയാം. NLPയിൽ കോണ്ടൻറ്റിന് പ്രസക്തി കുറവാണ്. NLP ശരിക്കും നോക്കുന്നത് സ്ട്രക്ചർ എന്ന് പറയും. NLPയിൽ പറയുന്നത് എക്സ്പീരിയൻസ് ഹാസ് എ സ്ട്രക്ചർ എന്നാണ്. അതായത് എല്ലാ അനുഭവങ്ങൾക്കും എന്തുണ്ട്? ഒരു സ്ട്രക്ചറുണ്ട്, ഒരു ഘടനയുണ്ട്. അപ്പോൾ അവിടെ കഥയ്ക്ക് പ്രസക്തി കുറവാണ്. പകരം ഞാൻ എങ്ങനെയാണത് മനസ്സിൽ ചിത്രീകരിക്കുന്നത്, അതാണ് NLP നോക്കുന്നത്. ഞാനത് പറയുന്നത് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകാൻ വേണ്ടി നിങ്ങളൊരു ഹാപ്പി ഇൻസിഡൻറ്റ് ഒന്ന് ഓർക്കുക. ഒന്ന് കണ്ണടച്ച ശേഷം ഒരു 4-5 സെക്കൻഡ് മനസ്സിൽ ഒരു അനുഭവം ഓർത്തെടുക്കുക. ഹാപ്പി ആയിരിക്കണം, പോസിറ്റീവായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഓർത്തെടുക്കുക. ശരി, ഇനി നിങ്ങൾ കണ്ണു തുറന്നോളൂ. ഒന്ന് ആലോചിക്കുക, നിങ്ങൾ എങ്ങനെയാണത് കണ്ടത്? തീർച്ചയായും ചിത്രീകരിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. ആ അനുഭവം നിങ്ങൾ വീണ്ടും മനസ്സിൽ ഓർത്തെടുത്ത സമയത്ത് ചില ചിത്രങ്ങൾ, ചില ഇമേജസ്, ഒരു വീഡിയോ പോലെ ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും അല്ലേ. അതാണ് നിങ്ങൾക്ക് ഹാപ്പിനെസ് കൊണ്ടുവന്നത്. ഇനി ഈ കാണുന്ന പോലുള്ള ഒരു ചിത്രമാണ് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നത് എന്ന് വിചാരിക്കുക. ഇതിൽ ചില മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ സാധിക്കും. എളുപ്പം ഓർക്കാൻ വേണ്ടി BBC എന്നോർത്താൽ മതി. BBC എന്ന 3 ലെറ്റേഴ്സ് പെട്ടെന്ന് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുമല്ലോ. എന്താണ് BBC? ഞാൻ ഈ ചിത്രത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു. BBC എന്ന് വെച്ചാൽ ഇവിടെ ബിഗർ, ബ്രൈറ്റർ, ക്ലോസർ എന്നാണ്. അതായത് ഈ കാണുന്ന ചിത്രം ഞാൻ കുറച്ചുകൂടെ വലുതാക്കുന്നു, സോ ബിഗർ. അതിൻ്റെ ബ്രൈറ്റ്നസ് ഞാൻ കൂട്ടുന്നു, ബ്രൈറ്റർ. എന്നിട്ട് ഞാനിത് കുറച്ചുകൂടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു, ക്ലോസർ. അടുത്തേക്ക് വരുന്ന സമയത്ത് വീണ്ടും അത് വലുതാകുന്നു അല്ലേ. കുറച്ചുകൂടെ കളർഫുള്ളാക്കി മാറ്റുന്നു. ഒന്ന് നോക്കൂ, ഇത്രയും മാറ്റങ്ങൾ വരുത്തിയ സമയത്ത് ഈ കാണുന്ന ചിത്രത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടിയില്ലേ. ശരി, നിങ്ങളൊരു കാര്യം ചെയ്യൂ. കുറച്ചു മുമ്പ് നിങ്ങളുടെ ഒരു അനുഭവം നിങ്ങൾ മനസ്സിൽ ഓർത്തെടുത്തുമല്ലോ. BBC എന്ന പ്രക്രിയയിലൂടെ ചില മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്ന് നോക്കൂ. ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്, കണ്ണുകൾ അടച്ചോളൂ. എന്നിട്ട് മനസ്സിൽ ആ കാണുന്ന ഇമേജസ് മേക്ക് ഇറ്റ് ബിഗർ, കുറച്ച് വലുതാക്കിക്കോളൂ, ബ്രൈറ്റ് ആക്കിക്കോളൂ. ബ്രിങ് ദം ക്ലോസർ, ആ ഇമേജസ് കുറച്ചുകൂടെ അടുത്തേക്ക് കൊണ്ടുവരിക. ബിഗർ, ബ്രൈറ്റർ, ക്ലോസർ. ഇപ്പോൾ എന്ത് തോന്നുന്നു? കണ്ണു തുറന്നോളൂ. ചെറിയ മാറ്റങ്ങൾ കണ്ടില്ലേ? കുറേ കൂടെ നിങ്ങൾക്ക് സന്തോഷം കൂടിയതായിട്ട് തോന്നിയില്ലേ? ഇത്രയും സിമ്പിളായിട്ടുള്ള മാറ്റത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിൽ ചേഞ്ചസ് വന്നു തുടങ്ങിയല്ലേ. ഇതിന് NLPയിൽ പറയുന്നത് സബ് മൊഡാലിറ്റീസ് എന്നാണ്. സബ് മൊഡാലിറ്റീസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എൻ എക്സ്പീരിയൻസ് എന്ന് NLPയിൽ പറയുന്നു. സബ് മൊഡാലിറ്റീസ് ആർ ഹൗ വി കോഡ് എവറിത്തിങ് ഇൻ ടു അവർ മൈൻഡ്സ്. മൊഡാലിറ്റീസിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് സബ് മൊഡാലിറ്റീസ്. ഞാൻ NLP പഠിപ്പിക്കുകയല്ലോ ഇവിടെ ചെയ്യുന്നത്. അത് കാരണം ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ചെറിയ മാറ്റങ്ങൾ ചിത്രത്തിൽ വരുത്തുമ്പോൾ മാറ്റങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അനുഭവിക്കുന്നു.
മനസ്സിൽ കാണുന്ന ചിത്രത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുമ്പോൾ എനിക്ക് മനസ്സിലുള്ള അനുഭവം മാറുന്നു എന്നതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇതുപോലെ തന്നെ നമുക്ക് നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളും മാറ്റാൻ സാധിക്കും. ഉദാഹരണത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചിന്തിക്കാം. നിങ്ങളുടെ മനസ്സിൽ ഒരു നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് ഓർത്തോളൂ. വളരെ കഠിനമായിട്ടുള്ള എക്സ്പീരിയൻസ് ഓർക്കരുത്, കാരണം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതൊരു സിമ്പിൾ ടെക്നിക്ക് ആയത് കാരണം കുറച്ച് സിമ്പിളായിട്ടുള്ള, അത്യാവശ്യം കാഠിന്യമുള്ളതായിക്കോട്ടെ, പക്ഷെ വല്ലാതെ വിഷമം ഉള്ളൊരനുഭവം എടുക്കരുത്. ഒന്ന് ഓർത്ത് നോക്കൂ. ഒരു 3-4 സെക്കൻഡ് കണ്ണടച്ച് ഒന്ന് മനസ്സിൽ ഓർത്തെടുക്കുക. ഗുഡ്. നൗ ഓപ്പൺ യുവർ ഐസ്. നിങ്ങൾ മനസ്സിൽ ചിലതെല്ലാം ചിത്രീകരിച്ചിട്ടുണ്ടാവും അല്ലേ? ഇതിൽ നിന്നുമാണ് നിങ്ങൾക്ക് വിഷമം അല്ലെങ്കിൽ വേദന, ദുഃഖം ഉണ്ടായിട്ടുണ്ടാവുക. ഇതിൽ പെട്ടെന്ന് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇങ്ങനൊരു ചിത്രമാണ് നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കിയത് എന്ന് വിചാരിക്കുക. ഈ ചിത്രത്തിൽ മാറ്റം വരുത്താൻ GPS എന്നോർത്താലും മതി. GPS നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയുന്നു അല്ലേ? ഇവിടെ GPS എന്ന് പറഞ്ഞാൽ ഗ്രേ സ്കെയിൽ, പുഷ് ഇറ്റ് ഫാർ, സ്മോൾ സൈസ്. ഇത്രയേ ഉള്ളൂ. G എന്ന് പറഞ്ഞാൽ ഗ്രേ സ്കെയിൽ, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി മാറ്റുന്നു. P എന്ന് പറഞ്ഞാൽ പുഷ് ഇറ്റ് ഫാർ, കുറച്ച് ദൂരത്തേക്ക് പുഷ് ചെയ്യുക ഈ മനസ്സിലുള്ള ഇമേജിനെ. S എന്ന് പറഞ്ഞാൽ സ്മോൾ സൈസ്, സൈസ് ചെറുതാക്കുക. ഇത് മൂന്നും ഞാൻ ചെയ്യുന്ന സമയത്ത് മാറ്റങ്ങൾ ഈ ചിത്രത്തിൽ എങ്ങനെ വരുന്നു എന്ന് നോക്കൂ. ഗ്രേ സ്കെയിൽ, പുഷ് ഇറ്റ് ഫാർ, സ്മോൾ സൈസ്. ഇതാണ് നിങ്ങൾ മനസ്സിൽ ചെയ്യേണ്ടത്. മറ്റൊരു കാര്യം പറയട്ടെ, ഈ ഇമേജ് നിങ്ങൾ പുഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഈ അനുഭവം നടന്ന സമയത്ത് ഈ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള ദൃശ്യം എന്തുമായിക്കോട്ടെ, അതൊരു 2-3 മീറ്ററിലൊക്കെ ആയിരിക്കും. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇമേജ് പുഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശരീരവും അതിൻ്റെ കൂടെ പോകുന്നതായിട്ട് മനസ്സുകൊണ്ട് സങ്കല്പിക്കാവുന്നതാണ്. ഒന്ന് നോക്കൂ, ഈ ഒരു ദൃശ്യം ദൂരേക്ക് പോകുന്ന സമയത്ത് ഇത് നിങ്ങളാണെന്ന് വിചാരിച്ചോളൂ. അതിൻ്റെ കൂടെ നിങ്ങളും ദൂരേക്ക് പോകുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങളെയും കാണാൻ സാധിക്കും, ആ ദൃശ്യം, ആ വ്യക്തിയെയും കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് കാണേണ്ടത്. ഒന്ന് കണ്ണടച്ചോളൂ. GPS എന്നോർക്കുക. ഇത് ചെയ്യേണ്ടത് വളരെ പെട്ടെന്നാണ് കേട്ടോ, സാവധാനത്തിലല്ല. ഗ്രേ സ്കെയിൽ, പുഷ് ഇറ്റ് ഫാർ, മേക്ക് ഇറ്റ് സ്മോൾ. GPS, ഗ്രേ സ്കെയിൽ, പുഷ്, സ്മോൾ. നിങ്ങളും അതിൻ്റെ കൂടെ പോകുന്നു. നിങ്ങളുടെ ശരീരം നിങ്ങൾ കാണണം പുറകിൽ നിന്നും. വെരി ഗുഡ്. ജസ്റ്റ് കീപ്പ് ഇറ്റ് ലൈക്ക് ദാറ്റ്. 2 പ്രാവശ്യം കൂടെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഒന്ന് കണ്ണുകൾ തുറന്നോളൂ. ക്ലോസ് യുവർ ഐസ് അഗൈൻ. കണ്ണടച്ച ശേഷം വീണ്ടും ചെയ്യാം. GPS, ഗ്രേ സ്കെയിൽ, പുഷ് ഇറ്റ് ഫാർ, സ്മോൾ. ഗ്രേ സ്കെയിൽ, പുഷ് ഇറ്റ് ഫാർ, സ്മോൾ സൈസ്. ഒന്നുകൂടെ ചെയ്തോളൂ. ഗ്രേ സ്കെയിൽ, പുഷ് ഇറ്റ് ഫാർ, സ്മോൾ സൈസ്. വെരി ഗുഡ്. ഇനി കണ്ണു തുറന്നോളൂ. ഇനി സാധാരണ പോലെ കണ്ണുകൾ തുറന്നുകൊണ്ട് തന്നെ ഈ അനുഭവം ഒന്ന് മനസ്സിൽ ഓർത്തോളൂ. എന്ത് തോന്നുന്നു? കാഠിന്യം കുറവില്ലേ? ഇതിനാണ് NLPയിൽ വിഷ്വൽ സബ്മൊഡാലിറ്റി ചേഞ്ചസ് എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൽ നമ്മൾ പലതും ഓർക്കുന്ന സമയത്ത് ഹൗ വി മേക്ക് സെൻസ് ഔട്ട് ഓഫ് ഇറ്റ്. ഇതിൻ്റെ ആധാരം എന്ന് പറയുന്നത്, ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് സബ് മൊഡാലിറ്റീസ് ആണ്. സബ് മൊഡാലിറ്റീസ് ആർ ഹൗ വി മേക്ക് സെൻസ് ഓഫ് ദ വേൾഡ് അറൗണ്ട് us എന്ന് പറയാറുണ്ട്. എല്ലാവർക്കും ഈ ടെക്നിക്ക് ഒരുപോലെ പ്രയോജനപ്പെടുമോ? സാധ്യതയില്ല. കാരണം നമ്മൾ വിഷ്വലിൽ മാത്രമേ മാറ്റം കൊണ്ടുവന്നിട്ടുള്ളൂ. ചില ആളുകൾ കൂടുതലും ഓഡിറ്ററിയാണ്. അവർക്ക് കേട്ട ശബ്ദം അതിനകത്തുണ്ടാവും, അതിൽ മാറ്റം നമ്മൾ വരുത്തിയിട്ടില്ല. വേറെ ചില ആളുകൾ ഫീലിങ്ങോട് കൂടിയിട്ടുള്ളവരാണ്, കിനസ്തെറ്റിക് എന്ന് പറയും. അതിൽ നമ്മൾ മാറ്റം വരുത്തിയിട്ടില്ല. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് വെറും വിഷ്വലായിട്ടുള്ള എലിമെൻറ്റ്സ് എങ്ങനെ മാറ്റാൻ സാധിക്കും എന്നതാണ്. കുറേയേറെയുണ്ട്, പക്ഷെ പ്രധാനപ്പെട്ട 3 മാത്രമേ നമ്മൾ ഇവിടെ നോക്കിയിട്ടുള്ളൂ. അടുത്ത 2 വീഡിയോയിലായിട്ട് ഞാൻ ഓഡിറ്ററി ആൻഡ് കിനസ്തെറ്റിക്, അതായത് കേൾക്കുന്ന ശബ്ദത്തിലും നമ്മുടെ ഫീലിങ്ങിലും എങ്ങനെ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും എന്ന് പറഞ്ഞു തരാം. അപ്പോൾ വിഷ്വലും ഓഡിറ്ററിയും കിനസ്തെറ്റിക്കും ഇത് 3 കൂടുന്ന സമയത്ത് ഏതാണ്ട് 100% നമ്മളുടെ പ്രശ്നം മനസ്സിൽ നിന്നും മാഞ്ഞു പോകും. വിഷ്വലായിട്ട് ചെയ്യാൻ സാധിക്കുന്നവർ എന്ത് വേണം? നിങ്ങളുടെ മനസ്സിൽ 4-5 നെഗറ്റീവായിട്ടുള്ള ഓർമ്മകൾ ഉണ്ടെങ്കിൽ ഈ പഠിച്ച രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ എന്ന് നോക്കുക. GPS എന്നോർക്കുക. അതുപോലെ തന്നെ കുറച്ച് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ മനസ്സിൽ കൊണ്ടുവന്ന ശേഷം BBC, ബിഗർ, ബ്രൈറ്റർ, ക്ലോസർ എന്ന രീതിയിൽ BBC എന്ന അക്രോണിം മനസ്സിൽ ഓർത്തുകൊണ്ട് മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്ന് നോക്കൂ. കുറേ പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസസ് നമ്മൾ ഓർത്തെടുത്ത് മനസ്സിൽ ഇൻറ്റൻസിഫൈ ചെയ്യുന്നു. നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ കംപ്ലീറ്റ്ലി മായ്ച്ചു കളയുന്നു. ഇത്രയും ആകുമ്പോൾ തന്നെ മനസ്സ് ഏതാണ്ടൊന്ന് ശാന്തമാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായിട്ടുണ്ടോ എന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അടുത്ത 2 വീഡിയോകളിലായി എങ്ങനെ NLPയുടെ സഹായത്തോടു കൂടെ നമുക്ക് ഓഡിറ്ററി ആൻഡ് കിനസ്തെറ്റിക് സബ് മൊഡാലിറ്റീസിൽ എങ്ങനെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും എന്ന് നമുക്ക് പഠിക്കാം. അതുവരെ കാത്തിരിക്കുക. വീണ്ടും നമ്മൾക്ക് അടുത്ത് തന്നെ കാണാം. നന്ദി, നമസ്കാരം.